ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചിന് എന്താണ് സ്പെഷ്യൽ നോക്കാം. ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ കുറച്ച് കണവ അഥവാ കൂന്തൽ എന്ന് ഇട്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസം ഒരാഴ്ച ആവില്ല നമ്മൾ കണവ തോരൻ വയ്ക്കുന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കണവ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പം കണവ റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. റോസ്റ്റ് ചെയ്താൽ ചേട്ടന് അത്ര ഇഷ്ടമാവില്ല, അപ്പം റോസ്റ്റും ചെയ്യണം തോരനും വയ്ക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മൾ അമ്പുടി ടി വി ആണെങ്കിൽ ആ സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യണത്. എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ കൂന്തൽ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 1/2 കിലോ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് റോസ്റ്റിനും എടുക്കണം. റോസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ്, അപ്പം ഞാൻ കരുതി എനിക്ക് കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കാം. റോസ്റ്റിനും എടുക്കണം, പിന്നെ തോരത്തിനും എടുക്കണം. അപ്പം എന്തായാലും നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു 3 കഷ്ണം നമ്മുടെ ഉമ്മുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അമ്പുടൂനും ചേട്ടന് മാത്രമാണ് എടുത്തത് കേട്ടോ. നമുക്കിന്ന് കണവയുണ്ട്, പിന്നെ അല്ലാതെ കോഴിയാള മീൻ കറിയും വെക്കുന്നുണ്ട്. അപ്പോഴും പിന്നെ അത് മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ കണവയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇത്രയും വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണവ റോസ്റ്റിനും പിന്നെ കണവ തോരത്തിനും കൂടിയാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കൊച്ചുള്ളി ഒരുപാട് വേണമായിരുന്നു, പക്ഷേ ഇത്രയേ ഉള്ളൂമായിരുന്നു. അപ്പോൾ അത്രയായിരുന്നു വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ കണവ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിടുന്നതായിരിക്കും. ഇതൊക്കെ അരിഞ്ഞ സമയത്തിന് നമ്മുടെ ഈ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, ഫിഷ് ഫ്രൈ. നമ്മുടെ കണവത്തോരൻ്റെ ഒരു ഏകദേശം പണി തീരാറായിട്ടുണ്ട്. കളർ കുറച്ച് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും, കാരണം ഇവിടെ വെട്ടം കിട്ടാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കളറുണ്ട്, നല്ല റെഡ് കളറായിട്ട് ഇരിപ്പുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വെള്ളം വീഴ്ത്തി വെച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് കണവ റോസ്റ്റിലോട്ട് കടക്കാം. അതേ നോക്കി, നമ്മുടെ കൂന്തൽ തോര നല്ല കളറ്, നല്ല ടേസ്റ്റ്. ആ നാരങ്ങയും കൂടി ഇതിലോട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് വീഴ്ത്തി ചോറൊക്കെ കൂട്ടി. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് ഇന്ന് അടിപൊളിയാക്കണം. കണ്ട എന്നാ കളറ്. കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിപൊളി കളറും അതുപോലെ തന്നെ മണവും ടേസ്റ്റും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കൂന്തൽ റോസ്റ്റാണിത്. അടിപൊളി കളറും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഇടയിൽ ഇക്കിളും കൂടെ പിടികിട്ടു കേട്ടോ. എനിക്കിതിൻ്റെ ഇടയിൽ ഇക്കിളും കൂടി വന്നു. അപ്പം പിന്നെ നമ്മുടെ ഫ്രൈ അമ്പടൂനും കൂടെ ഇതിൽ നിന്നാണ് ചോറ് കൊടുക്കണേ കേട്ടോ. അതുകൊണ്ട് ഫ്രൈ, പിന്നെ കൂമ്പ് തോരൻ, പിന്നെ നമ്മുടെ മീൻ കറി, കണവ തോരൻ, ചക്ക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഞാൻ ഉണ്ടാക്കിയതും തോരനും മീൻകറിയും അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കാണിച്ചു തരാൻ കഴിക്കുന്നതും കൂടെ. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് എടുത്ത് തന്നെ നമുക്ക് ആദ്യത്തെ ഉരുള കഴിക്കാം. ഇത് നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കാം. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നല്ല അസാധ്യ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. എന്തായാലും ഞാൻ കൂന്തൽ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ആ നാരങ്ങയുടെ ഗ്രേവിയും കൂടെ വീതി കൊടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ അമ്മയോടും കൂടി ഫുഡ് കഴിക്കാം. ടാറ്റാ.